വിശ്വസ്തൻ. ഹല്ലേലൂയ. നിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വഴികളെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നീ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി, ഹല്ലേലൂയ, ഒന്നും കാണാതെ നീ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം, ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പൗലോസ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്നിട്ട് പിന്നെയും പറയുന്നേ, ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. വിളിച്ചു പറയാമോ? എന്റെ ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. ഒരുമിച്ച് പറയാം, ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ, മേലാലും വിടുവിക്കും. ആമേൻ, സ്തോത്രം. എന്നാൽ പിന്നെ എന്താ ദൈവമക്കൾക്ക് പ്രശ്നവും പ്രതികൂലവും ഉണ്ടാകുന്നത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കൾക്ക് പിന്നെ എന്താ? നമ്മൾ ചില കഷ്ടതയിലും ചില പ്രയാസങ്ങളിലൊക്കെ കടന്നു പോകുന്നു. നമ്മൾ വിചാരിക്കും, ദൈവമേ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് ഒന്ന് പോകും? പലപ്പോഴും ഒരു ക്രോസ് റോഡിൽ വന്ന് നിപ്പ. I don't know what to do. എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ല. ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട്, ആമേൻ, നമുക്ക് തന്നെ അറിയത്തില്ല, കർത്താവേ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് നമുക്കറിയാതെ ചഞ്ചലിക്കുന്ന ജീവിതം. ഇന്ന് രാവിലെയും, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നിന്റെ മനസ്സിൽ ചില ക്വസ്റ്റ്യനുമായിട്ട് നീ കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം അതിന് ഉത്തരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ കൂടി നിനക്ക് മറുപടി ഉണ്ട്. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ഓ, ഞാൻ ആരാധിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ വേണ്ട വിടുതൽ കാണുവാൻ കഴിയുന്നില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ദൈവം നിന്നെ അറിയുന്നു. ഹല്ലേലൂയ. അവൻ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. സഹോദരി, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. അവൻ നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എല്ലാവരും കൈവിടപ്പെട്ടാലും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കാര്യങ്ങളിൽ വഹിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പൈതൽ നിന്നെ വഹിച്ചിരിക്കുന്നത് എവിടെയാ? അവന്റെ ഉള്ളം കാര്യങ്ങളിൽ. ഹല്ലേലൂയ. ശത്രു എത്ര അതിശക്തിയോടെ കടന്നു വരുന്നാലും, ഹല്ലേലൂയ, ദൈവജനത്തിന് ഭയപ്പെടാതെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തെ ആരാധിക്കുന്നതിന്റെ കാരണം അതാണ്. അവൻ എന്നെ ഉള്ളം കാര്യങ്ങളിൽ വഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ തകർന്നു പോകുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഒരു വാക്യം ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാൻ സമയമില്ല, ഞാൻ എളുപ്പം പറഞ്ഞു പോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, 2 ശിഷ്യന്മാർ അവർ എമ്മൗസിലേക്ക് യാത്ര ചെയ്യാണ്. യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസിലേക്ക് അവർ പോകുക, പിന്മാറ്റത്തിലേക്ക്. ആമേൻ, ഹല്ലേലൂയ. യേശു മരിച്ചു. ഒരു ഫ്രൈഡേ കഴിഞ്ഞു. ആമേൻ, ഫ്രൈഡേ ആയി, സാറ്റർഡേ ആയി, സൺഡേ ആയിട്ടും ഒന്നും കാണുന്നില്ല. അവർ നിരാശയോടെ മടങ്ങിപ്പോവുക. എമ്മൗസിലേക്ക് അവർ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അവർ ചിലതൊക്കെ അവരുടെ ഉള്ളത്തിൽ പറയുന്നുണ്ട്. എന്തുവാ? അവർ തർക്കിച്ചും വാദിച്ചും. എന്തോ വിഷയം എന്തുവാ? ആത്മീയ വിഷയം തന്നെയാണ്. ആത്മീയ വിഷയം തന്നെ അവർ സംസാരിക്കുന്നത്. എന്നാൽ ചില വിഷയങ്ങൾക്ക് അവർക്ക് മറുപടി കാണുന്നില്ല. ഇതെന്നതാ? ഹൗ ക്യാൻ ഇറ്റ് ഹാപ്പൻ? കാരണം അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ചിലത് സംഭവിച്ചു. ദൈവത്തിന്റെ പൈതലെ, പ്രതീക്ഷയ്ക്ക് അപ്പുറമായി നിന്റെ ജീവിതത്തിൽ ചില സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ മനസ്സിൽ ചില ക്വസ്റ്റ്യൻസ് ഉയർന്നു വരും. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, അവർ തർക്കിച്ചും വാദിച്ചും കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ആമേൻ, അവരോട് കൂടെ യേശു നടന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. എന്നാൽ യേശുവിനെ കാണുവാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. പലപ്പോഴും നമ്മുടെ സിറ്റുവേഷനിൽ, യേശുവേ നീ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ആമേൻ, എനിക്ക് ഇതിനെ കാണുവാൻ കഴിയുന്നില്ല. വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ I cannot see, I cannot touch you Lord. ഹല്ലേലൂയ. I cannot feel your presence. എനിക്ക് നിന്റെ സാന്നിധ്യം ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ന് ചിലരൊക്കെ ദൈവ സാന്നിധ്യം ചില നാളുകളായി അനുഭവിക്കാൻ കഴിയാതെ ഗ്രീവ്ഡ് ആയിട്ട് മനസ്സിൽ ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ ഇതിന് മധ്യേ ഉണ്ട്. എന്നാൽ ഈ പകൽക്കാലം നീ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, നിന്റെ മേൽ ഒരു പ്രത്യേക അഭിഷേകം പകരുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വീഴ്ചകൾ, താഴ്ചകൾ വന്നുവെന്നിരിക്കാം. എന്നാൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ സന്നിധി we can come as we are. നമ്മളുള്ളതുപോലെ ദൈവത്തിന്റെ സന്നിധി കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തോട് പറ, ആമേൻ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങളെ ഓർക്കാതെ എന്നെ ഒരിക്കൽ കൂടെ ജീവിപ്പിക്കണമേ. ആമേൻ. നിന്റെ പരിശുദ്ധാത്മാ
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് എനിക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ പകൽക്കാലം നാളത്തേക്ക് വെയിറ്റ് ചെയ്യണ്ട. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ നിന്നോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നീ നാളത്തേക്ക് അത് വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് തന്നെ നിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ നിറച്ച് ശക്തിയായി ദൈവത്തിന് ഉപയോഗിക്കേണ്ടതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, നീ ഇടപെടുന്ന ജീവിതങ്ങളിലായിക്കോട്ടെ. ഹല്ലേലൂയ. അനേകരെ കർത്താവിലേക്ക് നേടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നിന്നെ ഒരു ആയുധമാക്കി ദൈവത്തിന് ഉപയോഗിക്കുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചില ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കാത്ത ജനമുണ്ടെന്നിരിക്കും. ഹല്ലേലൂയ. നിന്റെ തലമുറയോർത്ത് നീ ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പകൽക്കാലം ഹല്ലേലൂയ വിശ്വാസത്താൽ ഹല്ലേലൂയ വിശ്വസ്തനെന്ന് വിളിച്ചു പറയുമെങ്കിൽ ഹല്ലേലൂയ എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തൻ. ഹല്ലേലൂയ. ദൈവം ചില വലിയ ചേഞ്ചസ് അത് മൈലുകൾക്കപ്പുറമായി കൊള്ളട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിടുതൽ ഹല്ലേലൂയ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സാത്താന്റെ ശക്തികൾ തകരും. ആമേൻ. ആമേൻ സ്തോത്രം. അടിസ്ഥാനങ്ങൾ കുലുങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനത്തിനു വേണ്ടി വഴി തുറക്കും. പലപ്പോഴും മനുഷ്യൻ വെട്ടിയ റോഡുകളൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം. എന്നാൽ ദൈവം ചിലതൊക്കെ നിനക്ക് വേണ്ടി ആഴത്തിൽ സമുദ്രത്തിന്റെ ആഴത്തിലെ റോഡുകൾ നിനക്ക് കാണാൻ പറ്റുകയില്ല. എന്നാൽ വിശ്വാസ കണ്ണാൽ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ചെങ്കട നിനക്ക് മുമ്പായിട്ട് ഹല്ലേലൂയ രണ്ടായിട്ട് വേർതിരിക്കുകയാണ്. ആഴത്തിൽ നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഹല്ലേലൂയ ദൈവീയ സമ്പത്തുള്ള അനുഗ്രഹങ്ങളെ ഹല്ലേലൂയ more than you can ask. നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഹല്ലേലൂയ അത്യന്തം പരമായിട്ട് നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവജനം ഭാരത്തോടെ നിരാശയോടെ ഒതുങ്ങി കഴിയേണ്ടവരല്ല. ഹല്ലേലൂയ. ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഒരുമിച്ച് പറയും എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ജയോത്സവമായി നടത്തുന്ന ദൈവം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ശിഷ്യന്മാർ ആമേൻ പോവുകയാണ്. അവരോടൊപ്പം യേശു കൂടെ നടന്നു. ഹല്ലേലൂയ. എന്നാൽ അവരെ യേശുവിനെ കാണാതെ വണ്ണം അവരുടെ കണ്ണ് അല്പനേരത്തേക്ക് നിരോധിച്ചിരിക്കുന്നു. അല്പനേരത്തേക്ക് ചിലപ്പോൾ ദൈവീയ സാന്നിധ്യം നിനക്കറിയാതെ നിന്റെ കണ്ണ് ചിലപ്പോൾ നിരോധിച്ചു വെച്ചിരിക്കുകയായിരിക്കും. ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട, നിന്റെ കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നെ വിട്ടുകളയുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്റെ കൂടെ നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പോകുന്ന സമയത്ത് അവർ പറയുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. അവരുടെ പ്രതീക്ഷ ഇതായിരുന്നു. ആമേൻ. യേശു ഹല്ലേലൂയ യേശുവിനെ ക്രൂശിച്ചു. ഹല്ലേലൂയ. അവൻ നമ്മുടെ രക്ഷിതാവായി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. ആമേൻ. ദൈവപൈതലേ നിനക്ക് നിനക്കെതിരായിട്ട് ആമേൻ പ്രതീക്ഷയ്ക്കെതിരായിട്ട് വരുമ്പോൾ ഹല്ലേലൂയ നീ ഓർത്തുകൊള്ളണം, ഒരു ഫ്രൈഡേ ഉണ്ടെങ്കിലേ ഒരു സൺഡേ ഉള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൺഡേ ഉയർപ്പിന്റെ ദിവസമുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നീ ഭാരത്തിൽ ഞെരങ്ങിയിരിക്കുകയായിരിക്കും. എന്നാൽ ഹല്ലേലൂയ ഒരു ഉയർപ്പിന്റെ പ്രഭാതം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ നിനക്ക് കാണുവാൻ കഴിയാതെ വണ്ണം മൂടപ്പെട്ട അവസ്ഥകൾ ഉണ്ടെങ്കിലും ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. വചനം ആമേൻ യേശു അവരോട് വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ വാഗ്ദത്തങ്ങളെ അവകാശങ്ങളെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ പറഞ്ഞു. ആമേൻ. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. വചനം നിന്നെ കത്തിക്കുന്നതാണ്. നിന്റെ ഹൃദയത്തിൽ ജീവൻ പകരുന്നതാണ്. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ജനം കത്തിക്കൊണ്ടിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ തീ നിനക്ക് മുമ്പായി പുറപ്പെട്ട് ഹല്ലേലൂയ ശത്രുവിന്റെ ഹല്ലേലൂയ വഴികളെ കത്തിയെരി ചാമ്പല ഹല്ലേലൂയ. ശത്രുവിന്റെ പദ്ധതികളെ ഹല്ലേലൂയ ബേൺ ചെയ്ത് കളയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അവർ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നു, പിന്നെ നമ്മൾ വായിക്കുന്നു ആമേൻ സ്തോത്രം. യേശു അവര് മുന്നോട്ട് നടക്കുന്ന, അവരെ വിട്ടുപോകുന്ന ഒരു ഭാവം കാണിച്ചു. ആമേൻ സ്തോത്രം. ചിലപ്പോൾ നീ വിചാരിക്കും യേശു എന്നെ അങ്ങ് വിട്ടുപോയോ, കൂടെ ഇല്ലയോ, എൻ്റെ പടകിൽ യേശു ഇല്ലയോ എന്നൊക്കെ ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആമേൻ അവർ അവനെ നിർബന്ധിച്ചു ഞങ്ങളുടെ കൂടെ പാർക്ക. ഹല്ലേലൂയ. നിലവിളിക്കുന്ന ദൈവപൈതൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നീ കരയുന്നുവെങ്കിൽ, നീ നിലവിളിക്കുന്ന ദൈവപൈതലെങ്കിൽ ഹല്ലേലൂയ നിന്റെ കൂടെ പാർക്കുന്ന ദൈവമാണ്. അവൻ വിട്ടുപോയില്ല. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അവൻ പിന്നെയും മടങ്ങി വന്ന് നിലവിളിക്കുന്ന ദൈവപൈതലേ ഹല്ലേലൂയ
നീ ഒരു തുള്ളി കണ്ണുനീര് ദൈവത്തിന്റെ സന്നിധിയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ പൽക്കാലം ആലോചന തരുന്നത്. ഹല്ലേലൂയ. ആരും കാണാതെ നിന്റെ റൂമിൽ കയറി, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിന്റെ ഭർത്താവ് ചിലപ്പോൾ ഉറക്കമായിരിക്കും, എന്നാൽ നിലവിളിച്ച ഓരോ കണ്ണുനീരിനും മറുപടി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ പൈതലിന് വേണ്ടി നിലവിളിച്ചത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, വിടുതൽ കാണാതെ ഭാരപ്പെടുത്തുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത്, ഹല്ലേലൂയ, ഈ പകൽക്കാലം അവരോടുള്ള ദൈവത്തിന്റെ ആലോചന, ഹല്ലേലൂയ, വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം അരുളും. ആമേൻ. ഐസയ്യ 65:4 പറയുന്നു, ആമേൻ, പണ്ട് മുതൽ തന്നെ അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി കരുതിയിട്ടുള്ള ഒരു ദൈവം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലുമില്ല. ഹല്ലേലൂയ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഐസയ്യാൽ വേറൊരിടത്ത് പറയുന്നു, അവർ വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം അരുളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. നിങ്ങൾക്കെല്ലാം അനുഭവമുള്ളതാണ്, എന്നാൽ ഓർപ്പിച്ചുണർത്തുകയാണ്. ഹല്ലേലൂയ. നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്നോട് കൂടെ വരുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരോട് കൂടെ അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ചില ആഴമായ സത്യങ്ങളെ, നിനക്ക് വേണ്ടിയുള്ള പ്ലാനുകളെ, നിനക്ക് വേണ്ടിയുള്ള പദ്ധതികളെ, നിനക്ക് വേണ്ടിയുള്ള അവകാശങ്ങളെ ഈ പകൽക്കാലം വെളിപ്പെട്ടു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, നീ ക്ഷീണിച്ചു പോകുവാൻ അല്ല. ഹല്ലേലൂയ. പല വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പേ നിന്നോട് പല വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, എന്നാൽ ഇന്നൊന്നും കാണാതെ മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയെങ്കിൽ ഈ പകൽക്കാലം ദൈവജനം, ഹല്ലേലൂയ, ശക്തിയോടെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആരാധിക്കുമ്പോൾ ചിലത് മറഞ്ഞു കിടക്കുന്നൊക്കെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ചില വിവാഹങ്ങൾ മറഞ്ഞു കിടക്കുകയാണ്. വിവാഹത്തിനുള്ള വഴികളെ, ആമേൻ, മറഞ്ഞിരിക്കുകയാണ്. നിനക്ക് കാണുവാൻ കഴിയുന്നില്ല, എന്നാൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നിന്റെ കണ്ണുകൊണ്ട് ഇപ്പോൾ കാണുന്നില്ല. ഹല്ലേലൂയ. നിന്റെ പൈതലിന് വേണ്ടി ഒരുക്കുന്ന കൃപ ആ തക്ക സമയത്ത് വെളിപ്പെട്ടു വരുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ, സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാ, ഐ ഡോണ്ട് സീ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എങ്ങനെ ഇത് സംഭവിക്കും? എന്നാൽ 4 നാളായി നാറ്റം ഭവിച്ച അവസ്ഥയായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ചുറ്റുപാടൊക്കെ നാറ്റമായി എന്ന് പറഞ്ഞ് പോകുന്ന നിന്റെ കുടുംബമായിരിക്കാം, എന്നാൽ ഹല്ലേലൂയ, നിന്നെ തിരിച്ചൊരു സൗരഭ്യവാസനയാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഇന്ന് നീ നാറ്റ വിഷയമായിട്ട് നിനക്ക് തോന്നിയെന്നിരിക്കാം, എന്നാൽ ആമേൻ, 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറയ്ക്കുള്ളിൽ കടന്നു വരുന്ന യേശു, ഹല്ലേലൂയ, കല്ലറയ്ക്കടുത്ത് കടന്നു വരുന്ന യേശു നിന്റെ പൈതൽ, ഹല്ലേലൂയ, ഒരു പക്ഷെ മരിച്ച അവസ്ഥയെന്ന് തോന്നിയായിരിക്കും, ആത്മീയ മരണം സംഭവിച്ചെന്നിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഭാരപ്പെടേണ്ട. ദൈവ പൈതൽ കരയുന്ന ദൈവ പൈതലിന് വേണ്ടി തക്ക സമയത്ത് അവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. തക്ക സമയത്ത് അവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി, ഹല്ലേലൂയ, അനേക അനുഭവങ്ങൾ പറയണമെന്നുണ്ട്. ഞാൻ പറയട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിലെ, അവളുടെ പൈതല് ഒരു ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് ആൽക്കഹോളും കുടിച്ച് ഡ്രഗും എല്ലാം അടുത്ത് ഇങ്ങനെ വളരെ വഷളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇന്ന് ഈ സഹോദരി വളരെ പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിലും ആരാധിക്കുന്ന ഒരു സഹോദരി. എല്ലാവരും ഇവളോട് ക്വസ്റ്റ്യനിങ് ആയി. ഇവൾക്ക് തന്നെ ഒരു പ്രയാസമായി, കർത്താവേ, എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധി എനിക്ക് നിൽക്കുവാൻ ഒക്കുന്നത്? മനുഷ്യരുടെ ചോദ്യചിഹ്നങ്ങൾ എൻ്റെ നേരെ ഉയരുന്നു. അമ്മ ശക്തമായി, അമ്മ നീ പ്രാർത്ഥിക്കുന്നു, നിന്റെ പൈതൽ ഇങ്ങനെ നടക്കുന്നു. വളരെ ഭാരപ്പെട്ടു. എന്നാൽ ഒരു ദിവസം അവൾ പറഞ്ഞു, അവളോട് പറഞ്ഞു, യുവർ സൺ, നിന്റെ മകനെ കുടിച്ച് പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കും, ജയിലിലായിരിക്കും എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല. ആമേൻ, സ്തോത്രം. അവൾ പറഞ്ഞു, എൻ്റെ പൈതൽ, ആമേൻ, സ്തോത്രം, പാതാളത്തിന്റെ താഴെ പോയാലും, ഹല്ലേലൂയ, അവിടെ നിന്ന് എൻ്റെ പൈതലിനെ ഉയർപ്പിക്കുവാൻ ശക്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ജയിലിലല്ല, പാതാളത്തിന്റെ അടിത്തട്ടിൽ പൊക്കോട്ടെ, എനിക്ക് ഭാരമില്ല. കാരണം ഞാൻ വിശ്വാസത്താൽ ആ പൈതൽ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്നതും ദിവ്യ വാഗ്ദത്തങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ. അവൾ ഭാരപ്പെട്ടില്ല. അവൾ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജയിലിൽ വെച്ച് തന്നെ അവന് വിടുതൽ പ്രാപിപ്പാൻ ഇടയായി. ഹല്ലേലൂയ. യേശുവിന്റെ ദർശനം കണ്ട്, ഹല്ലേലൂയ, ആമേൻ, ആ പൈതൽ ഒരു ദൈവ പൈതലായി രൂപാന്തരപ്പെടുത്തു. അധികം നാൾ എടുത്തില്ല. എന്നാൽ നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, ഹല്ലേലൂയ, നീ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. ശത്രു നിന്നെ ക്ഷീണിപ്പിക്കുവാൻ നോക്കും, എന്നാൽ ക്ഷീണിച്ചു പോകരുത്. വാഗ്ദത്തം നിനക്കുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം നിനക്കുള്ളതാണ്. നീ
കണ്ണാൽ, വിശ്വാസ കണ്ണാൽ കണ്ടുകൊള്ളണം. നിന്റെ പൈതൽ സ്റ്റേജിൽ നിന്ന് ആരാധിക്കുന്നത്, ആമേൻ, ദൈവത്തെ സ്തുതിക്കുന്നത് വിശ്വാസ കണ്ണാൽ നീ കണ്ടുകൊള്ളണം. ഇന്ന് നീ കാണുന്നില്ലെങ്കിലും ഹല്ലേലൂയ, ആമേൻ, നിന്നോടൊപ്പം വചനമെടുത്ത് ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ നിന്നോട് പറഞ്ഞതെല്ലാം നീ ഓർത്ത്, ആമേൻ, സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ആ അത്ഭുതങ്ങളുടെ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം.